റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തുൽ ബഖറയിൽ ബനു ഇസ്രായേലുകാരോടുള്ള കൽപ്പനകളും വിലക്കുകളുമാണ് ഈ ആയത്തുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വസ്തഈനു ബിസ്സബ്രി വസ്സലാത്തി വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. വസ്തഈനു ബിസ്സബ്രി വസ്സലാ. ഇതിനു മുൻപുള്ള ആയത്തുകളിൽ ബനു ഇസ്രായേലുകാരോട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കാനും വിശ്വസിക്കാനും ഒക്കെയാണ് പറഞ്ഞത്. അതുപോലെ അള്ളാഹു ഹറാമാക്കിയത് ഉപേക്ഷിക്കാൻ. അപ്പോൾ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസം മറികടക്കാൻ ഒരു വഴിയുണ്ട്. വസ്തഈനു നിങ്ങൾ സഹായം തേടുക. നിങ്ങൾ ഈ പറഞ്ഞ കൽപ്പനകൾ, അള്ളാഹു നിങ്ങളോട് കുറേ കാര്യങ്ങൾ കൽപ്പിച്ചില്ലേ? കിതാബിൽ വിശ്വസിക്കണം, സത്യം മറച്ചു വെക്കരുത്, സത്യാസത്യം കൂട്ടിക്കുഴക്കരുത്. ഇത്തരം കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പാലിക്കാൻ പ്രയാസകരമായി തോന്നുന്നുണ്ടോ എങ്കിൽ വസ്തഈനു, നിങ്ങൾ സഹായം തേടുക. ഇസ്തഈനു അമറാണ്. ഇസ്തആന ഇസ്തഫഅല വസ്നാണത്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇസ്തഫഅല വസ്നിൻ്റെ പ്രത്യേകത എന്താല്ലേ? തലബുണ്ടായിരിക്കും, അതിൽ തേട്ടമുണ്ടായിരിക്കും. ഇസ്തഈനു, നിങ്ങൾ സഹായം തേടുക. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്തി, രണ്ട് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ സഹായം തേടുക. ഒന്ന് സബ്റാണ്, രണ്ട് സലാറ്റാണ്. സബ്ർ എന്ന് പറഞ്ഞാൽ ക്ഷമ, സലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം. നിസ്കാരത്തെക്കുറിച്ചുള്ള കൽപ്പന സൂറത്തുൽ ബഖറയിൽ ഇത്രയും സ്ഥലത്ത് തന്നെ പലതവണയായി. സൂറത്തിൻ്റെ ആരംഭത്തിൽ വന്നു അല്ലദീന യുഖീമൂന സ്സലാ. അതുപോലെ തന്നെ ഈ വർക്കഉ മഅർ വഖീമുസ് സ്വലാത്ത വആതു സകാത്ത വർക്കഉ മഅർ റാക്കിഈൻ. ഇവിടെയൊക്കെ നിസ്കാരത്തെക്കുറിച്ചുള്ള കൽപ്പന ഇപ്പോൾ രണ്ട് തവണ, ഇത് മൂന്നാമത്തെയാണ്. വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ സബ്റ് കൊണ്ട്, ക്ഷമ കൊണ്ട് സഹായം തേടുക. വസ്സലാത്തി, അതുപോലെ സ്വലാത്ത് കൊണ്ട്. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്തി, സബ്ർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും നിങ്ങൾ സഹായം തേടുക. എന്തിനു സഹായം തേടുക? മറ്റ് നന്മകൾ അതിലേക്ക് എത്തിപ്പിടിക്കാൻ അത് നിങ്ങൾക്ക് എളുപ്പമാകണോ, അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണോ എങ്കിൽ അതിനുള്ള വഴി എന്താ? സബ്ർ ഉണ്ടാവുക, സ്വലാത്ത് ഉണ്ടാവുക. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം തിന്മകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും തടുക്കുന്നതാണ്. സബ്ർ അതുപോലെ തന്നെ നന്മകളിലേക്ക് മുന്നോട്ട് നയിക്കാൻ സബ്ർ ആവശ്യമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദീകരണത്തിൽ വരുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങൾ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ നന്മകളും നേടിയെടുക്കാനുള്ള അവലംബങ്ങളിൽപ്പെട്ടതാണ്, ക്ഷമയും നിസ്കാരവും. വഇന്നഹ, ഈ പറഞ്ഞ കാര്യം, അത് എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്? എന്താ അത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം? വഇന്നഹ, അതാണ് പ്രബലമായ അഭിപ്രായം, നിസ്കാരമാണ്. വഇന്നഹ, നിസ്കാരം ആണ് ഇവിടെ വഇന്നഹ അത് എന്നതുകൊണ്ട് ഉദ്ദേശം. വേറെ ചില ആളുകൾ പറഞ്ഞു വഇന്നഹ അയൽ വസിയ്യ, അള്ളാഹുവിൻ്റെ ഈ വസിയ്യത്ത്, ഈ ഉപദേശം പാലിക്കുക എന്നത് ആണ് ഇവിടെ ഉദ്ദേശം. വഇന്നഹ ലകബീറത്തുൻ, ലകബീറത്തുൻ, ലാമ് തൗക്കീദിനാണ്. വഇന്നഹ, അത് തീർച്ചയായും, ഉറപ്പായും, വഇന്നഹ ലകബീറത്തുൻ, കബീറ വലിയ കാര്യമാണ്, അങ്ങനെ പ്രയാസകരമായ കാര്യമാണ്, വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. വഇന്നഹ ലകബീറത്തുൻ, അതൊരു വലിയ കാര്യം തന്നെയായിരിക്കും, പ്രയാസകരമായ ഒരു കാര്യമായിരിക്കും. ഇല്ല അലൽ ഖാശിഈൻ, ഇല്ല ഒഴികെ, ഇസ്തിസ്നാന്റെ വാക്കാണത്. ഇല്ല അലൽ ഖാശിഈൻ, അല മേൽ, അൽ ഖാശിഈൻ ഖശായുടെ ബാക്കിയാണത്. ഖശാന ഭയഭക്തി, ഖുശൂഉള്ളവർക്കൊഴികെ അത് വളരെ വലിയൊരു കാര്യം തന്നെയായിരിക്കും. അതായത് ഈ വസിയ്യത്ത് പാലിക്കുക എന്നുള്ളത് ഖുശൂഉള്ള ആൾക്കാർക്കൊഴികെ ബാക്കിയുള്ളവർക്ക് പ്രയാസമായിരിക്കും. അല്ലെങ്കിൽ നിസ്കരിക്കുക എന്നത് ഖുശൂഉള്ളവർക്കൊഴികെ മറ്റെല്ലാവർക്കും പ്രയാസകരമായിരിക്കും. എന്താ ഇതിൻ്റെ തഫ്സീർ പറഞ്ഞിട്ടുള്ളത്? വസ്തഈനു ഫീ കുല്ലി ഉമൂരിക്കും ബിസ്സബ്രി ബിജമീഇ അൻവാഇഹി. വസ്തഈനു, നിങ്ങൾ സഹായം തേടുക. ഫീ കുല്ലി ഉമൂരിക്കും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും. ദീനിൻ്റെ കാര്യം മാത്രമല്ല,
എല്ലാ കാര്യത്തിലും നിങ്ങൾ സഹായം തേടുക. ദീനാകട്ടെ ദുനിയാവാകട്ടെ. ദുനിയാവിൽ നിനക്ക് ഒരു കാര്യം നേടിപ്പിടിക്കണം, സബ്റില്ലാത്തവൻ നടക്കില്ല. ദുനിയാവിലൊരു പ്രയാസം ബാധിച്ചു, അതിൽ നിന്ന് പുറമേക്ക് മറികടക്കണം, സബ്റില്ലാതെ സാധിക്കുകയില്ല. ദീനിൻ്റെ കാര്യം അതുപോലെ തന്നെ. സബ്റില്ലാതെ നന്മ ചെയ്യാൻ പറ്റില്ല, സബ്റില്ലാതെ തിന്മകളിൽ വിട്ടു നിൽക്കാൻ പറ്റില്ല. ദീനിൻ്റെ കാര്യത്തിലാണെങ്കിലും ദുനിയാവിൻ്റെ കാര്യത്തിലും സബ്റ് വേണം. സ്വലാത്തോ അതുപോലെ തന്നെയാണ്. നിസ്കാരം ദീനും ദുനിയാവും നന്നാക്കുന്ന കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ഇനി വരാനുള്ളതുപോലെ നിസ്കാരം ഒരാളുടെ ദീനും ദുനിയാവും നന്നാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പലരും പറഞ്ഞേക്കാണ്, മനുഷ്യരിൽ രണ്ടാളുകളുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഒരു മുസീബത്ത് ബാധിക്കുകയാണെങ്കിൽ അവരിൽ ഏറ്റവും നിസ്കാരത്തിൽ മുൻപന്തിയിലുള്ളവൻ ആരാണോ അവനായിരിക്കും അത് ഏറ്റവും ആ പ്രയാസം, അതിൻ്റെ ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടുക അതിൽ നിസ്കാരത്തിൽ മുന്നിൽ നിൽക്കുന്ന ആൾക്കായിരിക്കും. ഒരേ പ്രയാസമാണ് ബാധിക്കുന്നതെങ്കിലും നിസ്കാരം പ്രയാസങ്ങൾ ലളിതമാക്കുന്നതാണ്. നിസ്കാരവും സബ്റും അതുകൊണ്ട് നിങ്ങൾ ഫി കുല്ലി ഉമൂരിക്കും, നിങ്ങളുടെ എല്ലാ കാര്യത്തിലും, അതായത് ദീനിയാകട്ടെ ദുന്യവിയാകട്ടെ എല്ലാ കാര്യത്തിലും നിങ്ങൾ സഹായം തേടുക. ബിസ്സബ്രി ബിജമീഇ അൻവാഇ, ക്ഷമ കൊണ്ട്. ക്ഷമ എങ്ങനെയുള്ളതാണ്? ബിജമീഇ അൻവാഇഹി, ജമീഇ അൻവാഇഹി. എന്താ അതിൻ്റെ അർത്ഥം? സബ്റ് അതിൻ്റെ എല്ലാ ഇനങ്ങളോടുകൂടിയും. ഏതൊക്കെ സബ്റിൻ്റെ ഇനങ്ങൾ? മുന്നേ പലതവണ കേട്ടാണ്. സബ്റിൻ്റെ ഇനങ്ങൾ ഏതൊക്കെ? 3 കാര്യങ്ങൾ. ഏതൊക്കെ? അസ്സബ്റു സബ്റു അല താഅത്തില്ലാഹ്, അള്ളാഹുവിനെ അനുസരിക്കാനുള്ള സബ്ർ. 2 സബ്റു അൻ മഅസിയത്തില്ലാഹ്, അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കാനുള്ള സബ്ർ. 3 അസ്സബ്റു അലൽ മക്കാരിഹ്, പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലുമുള്ള സബ്ർ. അതാണ് അവിടെ ബിജമീഇ അൻവാഇഹി എന്ന് പറഞ്ഞത്. സബ്ർ 3 തരത്തിലുണ്ട്. സബ്ർ എന്ന് പറഞ്ഞാൽ പൊതുവെ ആൾക്കാർക്ക് ആദ്യം ഓടുന്നത് എന്തൊരു പ്രയാസം ഉണ്ടായാലും ക്ഷമിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് മാത്രമല്ല ഇസ്ലാമിൻ്റെ ഭാഷയിൽ ക്ഷമ. മറിച്ച് 1 അസ്സബ്റു അലാ താഅത്തില്ലാഹ്, 2 അസ്സബ്റു അൻ മഅസിയത്തില്ലാഹ്, 3 അസ്സബ്റു അലൽ മക്കാരിഹ്. അള്ളാഹുവിനെ അനുസരിക്കാൻ സബ്ർ. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നത് നമ്മൾ പിന്നീട്. വകദാലിക അസ്സലാ, അതുപോലെ തന്നെയാണ് നിസ്കാരവും. നിസ്കാരം ഇതുപോലെ തന്നെ. നിൻ്റെ പ്രയാസങ്ങൾ മറികടക്കാൻ, നിൻ്റെ ദുനിയാവിലെ കാര്യങ്ങൾ എളുപ്പമായി കിട്ടാൻ നീ നിസ്കാരം കൊണ്ട് സഹായം തേടുക. വഇന്നഹ ലശാഖത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, അതായത് നിസ്കാരം ലശാഖത്തുൻ, ഷഖ പ്രയാസമായി, ഷാഖത്തുൻ പ്രയാസകരമായ കാര്യമായിരിക്കും, ഇല്ലാ അലൽ ഖാശിഈൻ ഖുശൂ ഉള്ളവർക്കൊഴികെ. ഖുശൂ എന്ന് പറഞ്ഞാൽ ഭയഭക്തിയുള്ളവർക്കൊഴികെ. ഇതാണ് ആയത്തിൻ്റെ തഫ്സീറിൽ വന്നിട്ടുള്ളത്. ഈ ആയത്ത് ഇതിൻ്റെ സാഹചര്യം, ഈ ആയത്ത് വന്നിട്ടുള്ള സ്ഥലം ബനു ഇസ്രായേലുകാരോടുള്ള കൽപ്പനകൾക്കിടയിലാണ്. പക്ഷേ ഇത് അവർക്ക് മാത്രം ബാധകമല്ല, മറിച്ച് ഇത് മുസ്ലിമീങ്ങൾക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്തി വഇന്നഹ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. വസ്തഈനു ബിസ്സബ്ർ, നിങ്ങൾ ക്ഷമ കൊണ്ട് സഹായം തേടുക. എന്താ സബ്ർ എന്ന് പറഞ്ഞാൽ? സബ്ർ എന്ന വാക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ അറബി ഭാഷാപരമായ അർത്ഥം, കേവല പദാനുപദ അർത്ഥം പിടിച്ചു വെക്കുക എന്നുള്ളതാണ്, തടവിലാക്കുക എന്നുള്ളതാണ്. ഒരാളെ തടവിലാക്കിയാൽ അറബിയിൽ പറയും സബ്ബർത്തുഹു എന്ന് പറയും. ഞാൻ അയാളെ തടവിലാക്കി, സബ്ബർത്തുഹു. സബ്റിൻ്റെ വാക്കർത്ഥം തടവിലാക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി, രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ആളുകൾ. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊൻ, അങ്ങനെ ചെയ്യുന്നവരോടൊപ്പം നീ നിന്നെ പിടിച്ചു വെക്കുക, നീ അവരോടൊപ്പമാവുക, കാരണം അവരടുത്ത് വിട്ടുപോകാതിരിക്കുക. വസ്ബിർ നഫ്സക, സ്വന്തത്തെ പിടിച്ചു വെക്കുക എന്നാണ് സബറിൻ്റെ അർത്ഥം. വസ്ബിർ നഫ്സക. എന്താണ് സബർ എന്നത് ശരീഅത്തിൽ? അതിൻ്റെ അർത്ഥം പല താരീഫുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളൂ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സബറിന് പറഞ്ഞ താരീഫ്, അതിൻ്റെ നിർവചനം അല്ലെങ്കിൽ വിശദീകരണം, മനോഹരമായ വിശദീകരണം. അദ്ദേഹം പറഞ്ഞു സബർ 3 കാര്യങ്ങളാണ്. എന്താ സബർ എന്ന് പറഞ്ഞാൽ? ക്ഷമ എന്ന് പറഞ്ഞാൽ ഇനി പറയുന്ന കാര്യങ്ങളാണ് 3 കാര്യം. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു അൽ ഹബ്സുൽ ഖൽബി അനിത് തസഖുത്ത്. ഹബ്സുൽ ഖൽബി അനിത് തസഖുത്ത്. ഒന്നാമത്തെ കാര്യം സബർ എന്ന് പറഞ്ഞാൽ നിന്നെ ബാധിച്ച കാര്യം എന്താകട്ടെ അതിൽ നിൻ്റെ ഹൃദയം
സുഹത്ത് കാണിക്കുന്നത്, അല്ലെങ്കിൽ സഹത്ത് കാണിക്കുന്നത്, കോപം കാണിക്കുന്നത്, ദേഷ്യം പ്രകടിപ്പിക്കുന്നത്, ഹൃദയത്തിന് ദേഷ്യമുണ്ടാകുന്നത്, വെറുപ്പുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു പ്രയാസമുണ്ടാകുന്നതിൽ നിന്ന് ഹൃദയത്തെ പിടിച്ചു വെക്കുക. ഒരു കാര്യം ബാധിച്ചാൽ നിൻ്റെ ഹൃദയം ആ കാര്യത്തോട് ഒരു കോപം കാണിക്കുന്നതിൽ നിന്ന്, ഒരു അനിഷ്ടം കാണിക്കുന്നതിൽ നിന്ന്, വെറുപ്പ് കാണിക്കുന്നതിൽ നിന്ന് ഹൃദയത്തെ പിടിച്ചു വെക്കുക. ആ സബറിൻ്റെ തുടക്കം. നമുക്ക് പ്രയാസം ഉണ്ടായാൽ മനസ്സിൽ ചില ആൾക്കാർ മിണ്ടൂല, നാവ് കൊണ്ടൊന്നും പറയില്ല, ഒന്നും ചെയ്യില്ല. പക്ഷേ മനസ്സ് ഇതിലുള്ള കടുത്ത ദേഷ്യത്തിലായിരിക്കും. അപ്പോൾ സബർ എന്ന് പറഞ്ഞാൽ ഹബ്സുൽ ഖൽബി അനി തസഖുത്ത്, ദേഷ്യത്തിൽ നിന്ന്, ആ ഉണ്ടായ പ്രയാസത്തിൽ. നിസ്കരിക്കാൻ പോവാണ്, നമ്മൾ നിസ്കാരത്തോട് മനസ്സിൽ വെറുപ്പ്, നാളെ പോയി നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നിസ്കാരത്തോട് മനസ്സിൽ വെറുപ്പുണ്ടെങ്കിൽ അവന് സബറിലല്ല. ഹറാമുണ്ട്, ഹറാം ചെയ്യാനുള്ള അവസരം മുന്നിൽ വന്നു, അവന് വിട്ടു നിൽക്കുന്നു. വേറെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും വിട്ടു നിൽക്കുന്നത്. വിട്ടു നിൽക്കേണ്ടി വരുന്നതിൽ അവന് വലിയ ദേഷ്യമുണ്ട്. അവൻ അള്ളാഹുവിന് വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത്. ഹൃദയത്തിൽ അവന് യാതൊരു നിലക്കും അത് ചെയ്യാൻ പറ്റാതെ പോകുന്നു എന്നതിൽ വലിയ പ്രയാസമുണ്ട്. അങ്ങനെ ആകാതിരിക്കുക, അതാണ് സബറിൻ്റെ തുടക്കം. ഹൃദയം എന്ത് ചെയ്യുക? പിടിച്ചു വെക്കുക. ഹബ്സുൽ ഖൽബി അനി തസഖുത്ത് വൽ ലിസാനി അനി തശക്കി. സുബ്ഹാനല്ലാഹ്. വൽ ലിസാനി അനി തശക്കി. നാവ് ആവലാദികൾ പറയുന്നതിൽ നിന്ന് നാവിനെ പിടിച്ചു വെക്കുക. അതാണ് സബറിൻ്റെ രണ്ടാമത്തെ ഭാഗം. അതായത് ഒരു പ്രയാസമുണ്ടായാൽ അതിനെക്കുറിച്ച് ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക. എപ്പോഴും പ്രയാസങ്ങൾ ബാധിച്ചാൽ, നമ്മൾ ദുനിയാവിൽ ബാധിക്കുന്ന പ്രയാസങ്ങൾ സൃഷ്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലർ പറഞ്ഞു അത് യഥാർത്ഥത്തിൽ ശിക്കായത്ത് പറയുന്ന ആരെക്കുറിച്ച് ആരോടെയും പറയുന്നത്? സൃഷ്ടാവിനെക്കുറിച്ച്, സൃഷ്ടിയോടാണ് ഈ ശിക്കായത്ത് യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കത് പറ്റിയില്ല, ഇത് ശരിയായില്ല, അങ്ങനെ പോയി ഇങ്ങനെ പോയി, ശിക്കായത്ത് പോലെ പറഞ്ഞാൽ കേവലം അവൻ്റെ അവസ്ഥ പറയാനല്ല, മറിച്ച് ഒരു ആവലാതി പോലെ, ഒരു ബുദ്ധിമുട്ട് പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കെപ്പോൾ ചില രോഗമാണ്, എനിക്കെപ്പോഴും പ്രയാസങ്ങളാണ്. ആരോടാണ് അവൻ ഇത് പറയുന്നത്? സൃഷ്ടിയോടാണ് പറയുന്നത്. ആരെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരാണ് ഇതൊക്കെ ഇവന് വിധിച്ചത്? അള്ളാഹുവാണ്. അള്ളാഹുവിനെ കുറിച്ച് സൃഷ്ടിയോട് ആവലാതി പറയാതെ ഇരിക്കുക. എന്നാൽ അള്ളാഹുവിനോട് ആവലാതി പറയലോ സൃഷ്ടിയെക്കുറിച്ച്, അത് സബറിന് വിരുദ്ധമല്ല. അതുകൊണ്ടാണ് യാക്കൂബ് നബി എന്ത് പറഞ്ഞത്? ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. അല്ലെ, അവർ വന്നിട്ട് യാക്കൂബ് നബിയോട് യൂസുഫ് നബിയെ നഷ്ടമായതിൻ്റെ പ്രയാസം, രണ്ടാമത്തെ ആളെ കൂടി നഷ്ടമായിട്ട് വന്ന് പറഞ്ഞപ്പോൾ അല്ലെ, അവർ പറഞ്ഞു, നിങ്ങളെപ്പോൾ നോക്കിയാലും ഈ യൂസുഫിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും, നിർത്തുകയില്ല. അവരോട് യൂസുഫിനെ പോയി അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. ഞാൻ എൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ആരോടെ പറയുന്നുള്ളൂ? അള്ളാഹുവിനോടെ പറയുന്നുള്ളൂ, സൃഷ്ടികളോട് പറയുന്നില്ല, അള്ളാഹുനോട് മാത്രമാണ്. ഈ ശിക്കായത്ത് എന്തല്ല, ഇത് മദ്ഹാണ്, അത് നല്ല കാര്യമാണ്. അള്ളാഹുവിനോട് പറയാമെന്നുള്ളത്. അള്ളാഹുവിനോട് റബ്ബേ എൻ്റെ കാര്യം കഷ്ടത്തിലാണ്, എൻ്റെ കാര്യം പ്രയാസത്തിലാണ്, അള്ളാഹുവെ നിൻ്റെ അടുത്തേക്കാണ് കൈ നീട്ടുന്നത്, ഞാൻ വേറെ അടുത്തേക്ക് പോകുന്നില്ല. വലം അക്കും ബിദുആഇക റബ്ബി ഷഖിയ്യ. ആര് പറഞ്ഞ വാക്കാണ്? സക്കരിയ നബി പറഞ്ഞ വാക്കാണ്. മക്കളില്ലാതായിട്ട് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം വലം അക്കും ബിദുആഇക റബ്ബി ഷഖിയ്യ. അള്ളാഹുവെ നിന്നോട് വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാനൊരിക്കലും ഭാഗ്യം കെട്ടവനായിട്ടില്ല, റബ്ബെ നിന്നോടാണ് തേടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ആ ഹദീസിൽ ചെറിയ വ്യത്യാസമുണ്ട്. തായിഫിൽ കടുത്ത പ്രയാസം ബാധിച്ച് അവിടുന്ന് അവരുടെ ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങി മക്കയിലേക്ക് വരുന്നതിന് മുൻപ് അവിടുന്ന് കാലിൽ ചോര പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അഷ്കൂ ഇലൈക ضعف قوتي وقلة حيلتي وهواني على الناس. അള്ളാഹുവെ എനിക്ക് എൻ്റെ ദുർബലതയെക്കുറിച്ച് അള്ളാഹു ഞാൻ നിന്നോടാണ് ആവലാതി പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് കാര്യങ്ങൾ മറികടക്കാനുള്ള ശേഷിയില്ലാത്തതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോടാണ് ആവലാതി പറയുന്നത്. വഹവാനി അലന്നാസ്, ജനങ്ങൾക്കിടയിൽ ഞാൻ ഒരു നിന്ദ്യനായിപ്പോയി എന്നതിൽ നിന്ന്, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ എനിക്കൊരു തായിഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വിലയില്ലാതാക്കിയിട്ട് തിരിച്ചു പറഞ്ഞേക്കുക ചെയ്തു. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോടാണ് ആവലാതി പറയുന്നത്. സൃഷ്ടികളെക്കുറിച്ച് ആരോടാണ്? സൃഷ്ടാവിനോടാണ് ആവലാതി പറയുന്നത്.
അത് തെറ്റുള്ള കാര്യമല്ല. എന്നാൽ തിരിച്ച് സൃഷ്ടാവിനെ കുറിച്ച് സൃഷ്ടിയോട് ആവലാതി പറയാന്നുള്ളതോ അത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ രണ്ടാമത്തെ സബറിൻ്റെ രണ്ടാമത്തെ ഭാഗ്യത വഹബ്സുൽ ലിസാനി അനി തശക്കി, ശിക്കായത്ത് പറയുന്നതിൽ നിന്ന് നാവിനെ പിടിച്ചു വെക്കുക, അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തേത് വൽ ജവാരിഹി അമ്മ ഹറമല്ലാഹ്, മൂന്നാമത്തേത് അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ നിന്ന് സ്വന്തം ശരീരത്തെ പിടിച്ചു വെക്കുക. ദേഷ്യം വന്നാൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, നെഞ്ഞത്തടിക്കും, അതുപോലെ തന്നെ തലക്കടിക്കും, കവളത്തടിക്കും, ഷർട്ട് വലിച്ചു കീറും, അട്ടഹസിക്കും, അലറിക്കരയും. ഇതൊക്കെ അള്ളാഹു വിലക്കിയതാണ്. ഇതിൽ ആളുകൾ ഇത് ഈ 3 പടിയിൽ പലപ്പോഴും ഈമാൻ ഏറ്റവും കുറഞ്ഞ ആൾക്കാരിലാണ് അവസാനത്തത് കാണുക. ഈമാൻ വളരെ കുറഞ്ഞു കഴിഞ്ഞാലാണ് അവസാനത്തെ അവസ്ഥ ഉണ്ടാവുക. ഏത് പിന്നെ അടിച്ച് കരയുക, തലക്കടിക്കുക, മുഖത്തടിക്കുക. ഇത് പൊതുവെ ഈമാനുള്ളവരിൽ പൊതുവെ കാണുകയില്ല. ദീനിൻ്റെ ബോധമുള്ള ആൾക്കാർ പൊതുവെ ഇത് ചെയ്യുകയില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ജാഹിലിയത്തിൻ്റെ സ്വഭാവമായി എണ്ണിയിട്ടുണ്ട്. എന്ത് മരിച്ചു കഴിഞ്ഞാൽ നിയാഹത്ത് നടത്തുക, ആർത്തട്ടഹസിക്കുക, അലറിക്കരയുക, അല്ലേ? നമ്മളെ കുടുംബത്തോട് ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മയ്യത്തിൻ്റെ കുടുംബക്കാർ ആർത്ത് കരഞ്ഞാൽ അതിൻ്റെ പേരിൽ ആര് ശിക്ഷിക്കപ്പെടും? മയ്യത്ത് ശിക്ഷിക്കപ്പെടുന്നതാണ്. ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞേക്കാണത്, പിന്നെ കുടുംബത്തോട് അവനവൻ മരിച്ചാൽ ആർത്ത് കരയരുത് എന്ന് പഠിപ്പിക്കാത്ത ഒരുത്തൻ മരിച്ചു കഴിഞ്ഞാൽ ഇവർ കരയുന്നതിൻ്റെ ശിക്ഷ ഇവനും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ കുടുംബത്തോട് പറഞ്ഞു കൊടുക്കൽ, അവരെ പഠിപ്പിക്കുക എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? ആർത്ത് കരയരുത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ചില നാട്ടിൽ കുഫറിൻ്റെ ആളുകൾ ആണെങ്കിൽ കരച്ചിൽ ചിലപ്പോൾ 4-5 വീട് അപ്പുറത്തേക്ക് കേൾക്കും, അത്രയും ഉച്ചത്തിൽ കരയും. അതേപോലെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ ചെയ്യുന്നതാണ്, തല പോയിട്ട് മതിൽമ പേടിക്കുക, അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതൊരു മുമ്പിന് യോജിച്ചതല്ല, സബറിന് വിരുദ്ധമാണ്. നോക്കൂ, ഒന്നല്ലെങ്കിൽ ശരീരാവയവങ്ങൾ അള്ളാഹു ഹറാമാക്കിയതിലേക്ക് പോകും, ക്ഷമക്ക് വിരുദ്ധമാണ്. അതല്ലെങ്കിൽ നാവ് കൊണ്ട് മോശം പറയാം, അതാണ് പിന്നെ അതിൻ്റെ താഴെയുള്ളത്. ഇത് ചിലപ്പോൾ ആളുകൾ വീണു പോകുന്ന കാര്യമാണ്. ഒരു പ്രയാസം ഉണ്ടായാൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയുടെ മകൻ മരിക്കുകയോ മറ്റോ ചെയ്തപ്പോൾ അവർ ആർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടുന്ന് അവരോട് അത് നിർത്താൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അത് പ്രയാസം ബാധിച്ച ആളുകൾക്ക് അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ എന്തോ മറ്റൊരു വാക്ക് അവർ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ കരച്ചിലടങ്ങിയപ്പോൾ അവർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാനിത് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്നമ സബ്റു ഇൻദ സദ്മത്തിൽ ഊല, ക്ഷമ ഒരു വിപത്ത് ബാധിക്കുന്ന അതിൻ്റെ ആരംഭത്തിലാണ് ക്ഷമിക്കേണ്ടത്. കുറച്ച് കഴിഞ്ഞാൽ ക്ഷമിക്കുക എന്നുള്ളത് ഇബ്നുൽ ഖയ്യിം പറഞ്ഞേക്കാണ്, ഹയവാനിൻ്റെ വരെ ക്ഷമയാണത്. മൃഗങ്ങൾക്ക് വരെ അങ്ങനെ ക്ഷമിക്കാൻ പറ്റും. മൃഗങ്ങൾ വരെ കുറച്ച് കഴിഞ്ഞാൽ നിവൃത്തിയോടുകൂടി ക്ഷമിക്കും. അതൊരു ഈമാനിൻ്റെ ക്ഷമയല്ല. മൃഗങ്ങൾ കണ്ടിട്ടില്ലേ, മുറിവ് പറ്റിപ്പ് കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാവും. ആദ്യത്തിൽ ചിലപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് കാട്ടി പ്രശ്നം ഉണ്ടാക്കും. കുറച്ച് കഴിഞ്ഞാൽ അതിന് മനസ്സിലാവും ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, അത് ചിലപ്പോൾ ക്ഷമിക്കും. ആ ക്ഷമ എന്താണ്? മൃഗത്തിന് വരെയുള്ള ക്ഷമയാണ്. അത് മനുഷ്യന് വേറിട്ട് നിർത്തുന്ന ക്ഷമയല്ല. മനുഷ്യനെ വേറിട്ട് നിർത്തുന്ന ക്ഷമ ഇതാണ്. ഉണ്ടായ വേളയിൽ ക്ഷമിക്കാൻ പറ്റും, പിടിച്ചു വെക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് നൽകട്ടെ. പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ക്ഷമിക്കാൻ. അപ്പോൾ മൂന്നാമത്തേത് കൽബാണ്. ചില ആളുകൾ നാവ് കൊണ്ടൊന്നും പറയുന്നുണ്ടാവില്ല, അവരുടെ ശരീരാവയവങ്ങളും ഇളകുന്നുണ്ടാവില്ല, പക്ഷേ കൽബ് അള്ളാഹുവിനോടുള്ള എതിർ ചോദ്യങ്ങൾ കൊണ്ട് ശബ്ദമുഖരിതമായിരിക്കും. എന്തിനെന്നോടിത് ചെയ്തു? എന്തിനാണ് എൻ്റെ മകനെടുത്തത്? അവനെന്ത് തെറ്റ് ചെയ്തു? എത്ര ആൾക്കാർ, ചില ആൾക്കാർ നിരീശ്വരവാദത്തിലേക്ക് പോയ ഒരാൾക്കാരുണ്ട്. പ്രിയപ്പെട്ട ആളുകൾ മരിച്ചത് കാരണത്താൽ ക്ഷമയില്ലാതായിട്ട് എന്നോടിത് ചെയ്തു? അവനൊന്നും ചെയ്യുന്നുണ്ടാവില്ല, മറ്റേ ഒരു പാറ പോലെ നിൽക്കുന്നുണ്ടാവും, പക്ഷെ അവൻ്റെ കൽബ് മുഴുവൻ അള്ളാഹുവിനോടുള്ള എതിർ ചോദ്യങ്ങളാൽ മുഖരിതമായിട്ടുണ്ടായിരിക്കും.
ഇത് മൂന്നും ക്ഷമയുടെ ഭാഗമാണ്. ഹബ്സുൽ ഖൽബി അനി തസഖുതി വല്ലിസാനി അനി തശക്കി വൽ ജവാരിഹി അമ്മ ഹറമല്ലാഹ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എന്താണ് സബ്ർ എന്ന് വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഈ പറഞ്ഞ സബ്ർ അള്ളാഹു പറഞ്ഞു വസ്തഈനു ബിസ്സബ്ർ, നിങ്ങൾ സബ്ർ കൊണ്ട് സഹായം തേടുക. സബ്ർ സഹോദരങ്ങളെ പ്രയാസങ്ങൾ നീക്കാനുള്ള വലിയ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അല്ല, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ആയത്ത് കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു മല്ലാ സബ്ര ലഹു ലാ ഔന ലഹു, ക്ഷമയില്ലാത്തവന് അള്ളാഹുവിൽ നിന്നുള്ള സഹായം എന്നത് ഇല്ലേ ഇല്ല. ക്ഷമയില്ലേ സഹായമില്ല. മല്ലാ സബ്ര ലഹു ലാ ഔന ലഹു, ക്ഷമയുള്ളവനെ അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്ത് എന്ന നിലക്ക് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളിൽപ്പെട്ടതാണിത്. പ്രയാസങ്ങളും പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകളൊക്കെ പലയിടത്തുണ്ടാകുന്നുണ്ട്. ഇതെന്തിനാണ്? ഇത് പരീക്ഷിക്കാനാണ്. ഫിർഔനിൻ്റെ കീഴിൽ ബനു ഇസ്രായേലുകാർ എത്ര കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയരായി. എന്തിനാണ് ആ പരീക്ഷണം ഉണ്ടായത്? ക്ഷമിക്കുമോ എന്ന് പരീക്ഷണമായിരുന്നു അത്. അതുകൊണ്ട് അള്ളാഹു അവരെ വിജയിപ്പിച്ചതിനെ കുറിച്ച് പിന്നീട് എന്താ പറഞ്ഞത്? ബനു ഇസ്രായേലിനെ വിജയിപ്പിച്ചതിന് കാരണം എന്താ? ലിമാ സബറു എന്നാണ്. അവർ ക്ഷമിച്ചതുകൊണ്ട് അള്ളാഹു വിജയം കൊടുത്തു എന്നാണ്. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ, അതിൽ ക്ഷമിക്കുക എന്നത് ആവശ്യമാണ്, അനിവാര്യമായ കാര്യമാണ്. വ്യക്തിജീവിതത്തിൽ മാത്രമല്ല, സമൂഹം എന്ന നിലക്കും ക്ഷമ ഏറ്റവും വലിയ ഖൈറുകളിൽപ്പെട്ടതാണ്. ക്ഷമ എല്ലാത്തിലും വിജയത്തിന് ക്ഷമ അനിവാര്യമാണ്. നോക്കൂ, ഹുദൈബിയ സന്ധി നോക്കൂ, എത്ര കടുത്ത ക്ഷമയാണെന്നുണ്ടായത്. ആ ക്ഷമയാണ് പിന്നീട് എന്ത് ചെയ്തത്? നമുക്ക് ഹുദൈബിയയിൽ ആ ക്ഷമ അത്ര കടുത്ത ക്ഷമയാണത്. ആ ചെറിയ ക്ഷമയല്ല അത്. അബൂജന്തൽ എന്ന സഹാബി തടവറയിൽ നിന്ന് കയ്യിലും കാലിലും ചങ്ങലകളും വഹിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെന്നെ ഇവർക്ക് വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞ സമയത്ത് സഹാബികളുടെ അവസ്ഥ എന്തായിരുന്നു? അവർ ഞങ്ങൾ ഫിത്നയിലാകുമെന്ന് പേടിച്ചു പോയ സമയമാണത്. നമ്മുടെ സഹോദരൻ മുന്നിൽ വന്ന് രക്ഷപ്പെടുത്താൻ, തിരിച്ചു കൊടുക്കാൻ വയ്യ. അങ്ങനെ അദ്ദേഹത്തെ അവർ പിടിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുപോയി. അപ്പോൾ അവർ ക്ഷമിക്കണം. എന്താ? അള്ളാഹുവിൻ്റെ കൽപ്പനയാണത്, ക്ഷമിക്കണം. ആ ക്ഷമ, അങ്ങനെ ക്ഷമയിൽ തുടർന്നുകൊണ്ട് അവർ ഹുദൈബിയയിൽ തിരിച്ചു പോകുമ്പോഴതാ ഖുർആനിലൊരായത്ത് സൂറത്ത് അവതരിക്കുന്നു. ഏതാ സൂറത്ത്? ഫത്ഹാണത്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. നബിയെ, അങ്ങേക്ക് നാം ഇതാ ഫത്ഹ് നൽകിയിരിക്കുന്നു, വ്യക്തമായ വിജയം നൽകിയിരിക്കുന്നു. സബ്റിൻ്റെ ഫലമായിരുന്നു ആ വിജയം. അത് കടുത്ത സബ്റായിരുന്നത്. കാരണം ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട ആളുകൾ കഅബയുടെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുനിന്ന് ഉംറ ചെയ്യാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം തലമുണ്ടനം ചെയ്ത് തിരിച്ചു വരാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി മക്കയിലേക്ക് പോയപ്പോൾ ഖുറൈശികൾ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ഉംറ ചെയ്യണമെങ്കിൽ ഉംറ ചെയ്യാം, ഇവരെ ഉംറ ചെയ്യാൻ സമ്മതിക്കില്ല. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ ഉംറ ചെയ്യാതെ ഞാൻ ഉംറ ചെയ്യില്ല, അദ്ദേഹം ഉംറ ചെയ്യാതെ തിരിച്ചു വരാൻ. അപ്പോൾ ഇത് ക്ഷമയാണ്. ക്ഷമയ്ക്ക് ശേഷമാണ് വിജയമുണ്ടായത്. ക്ഷമയാണ് വിജയത്തിലേക്ക് നയിച്ചത്. ഉഹദിൽ നോക്കൂ, എന്താ സംഭവിച്ചത്? ഉഹദിൽ വിജയമുണ്ട് എന്ന് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മലമുകളിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്തു കണ്ടാലും എന്ത് സംഭവിച്ചാലും നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല. പക്ഷേ സഹാബികൾ ചിലർ വിജയമുണ്ടായി എന്ന് കാണുകയും ചില ആളുകൾ ഗനീമത്തിൻ്റെ സ്വത്ത് ശേഖരിക്കുന്നത് കാണുകയും ചെയ്തപ്പോൾ അവർക്ക് ക്ഷമിക്കാൻ പറ്റിയില്ല. ചില ആളുകൾ അവർ ആ മലമുകളിൽ താഴത്തേക്ക് ഇറങ്ങി വന്നു. ആ ക്ഷമയില്ലായ്മയുടെ ഫലം എന്തായിരുന്നു? പിന്നീട് വലിയ കടുത്ത പ്രതിസന്ധി ഉണ്ടായി. ക്ഷമ വലിയ നന്മകളിലേക്കാണ് വഴി തുറക്കുക. ഒരു സമൂഹം എന്ന നിലക്കും ഒരു വ്യക്തി എന്ന നിലക്കും ക്ഷമ വളരെ അനിവാര്യമായ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഉസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, നിസ്കാരം കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക. നിസ്കാരം നന്മകളിലേക്ക് നയിക്കാനും തിന്മകളിൽ നിന്ന് തടുക്കാനും ദുനിയാവിൽ നമ്മൾ നേരിടുന്ന പ്രയാസങ്ങൾ അത് ലഘൂകരിക്കാനും നമ്മെ സഹായിക്കുന്ന ഏറ്റവും നല്ല നന്മകളിൽപ്പെട്ടതാണ്. നിസ്കാരം തിന്മകളിൽ നിന്ന് തടുക്കുന്ന ചില പണ്ഡിതന്മാർ പറഞ്ഞു, നിസ്കാരം അള്ളാഹു പറഞ്ഞു ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം തിന്മയിൽ തടുക്കും. അതേപോലെ
ചിലർ പറഞ്ഞു നിസ്കാരമാണോ തിന്മയിൽ നിന്ന് തടുത്തിരിക്കും. ചിലരുടെ നിസ്കാരം ഒരു വർഷത്തേക്ക് ചിലപ്പോൾ ഒരുത്തന്നെ തിന്മയിൽ തടുക്കും. ചിലരുടെ നിസ്കാരം ഒരു മാസത്തേക്കായിരിക്കും, ചില നിസ്കാരം ഒരാഴ്ചത്തേക്കായിരിക്കും, ചില നിസ്കാരം ഒരു ദിവസത്തേക്കായിരിക്കും, ചില നിസ്കാരം അടുത്ത നിസ്കാരം വരെ ആയിരിക്കും. വേറെ ചിലരുടെ നിസ്കാരം ഒരു മണിക്കൂർ നേരത്തേക്ക്, വേറെ ചില നിസ്കാരം അവൻ ദിക്ർ ചൊല്ലിയിട്ട് അവിടുന്ന് എണീക്കുന്നവരെങ്കിലും തിന്മയിൽ തടുക്കും. വേറെ ചിലരുടേത് ഹലൽ അക്കൽ ഏറ്റവും ചുരുങ്ങിയത് നിസ്കരിക്കുന്ന സമയത്തെങ്കിലും അവൻ തിന്മയിൽ തടുത്തു വെക്കും. നിസ്കാരം തിന്മയിൽ നിന്ന് തടുക്കുക എന്ന ഫലം അതുകൊണ്ട് എന്തായാലും സംഭവിക്കും. നിസ്കാരത്തിൻ്റെ സമയത്ത് ആ സമയമെങ്കിലും അവൻ തിന്മയിൽ നിന്ന് മാറിക്കാണ്. അത് ഇല്ലാത്ത അവസ്ഥ നിസ്കാരത്തിനുണ്ടാവുകയില്ല. പക്ഷെ നിൻ്റെ നിസ്കാരത്തിൻ്റെ മേന്മ നന്നാകുന്നതിനനുസരിച്ച് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നല്ല വൃത്തിക്ക് നിസ്കരിച്ചാൽ ആ നിസ്കാരം കഴിഞ്ഞതിന് തൊട്ട് ശേഷം പോയിട്ടൊരു തിന്മ ചെയ്യാൻ തോന്നും. തിന്മക്കുള്ള അവസരം മുന്നിൽ വന്നാൽ വരെ ഒരു മനുഷ്യൻ ലജ്ജിച്ചതിന് മാറി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും. തിന്മക്ക് അവസരം വന്നാൽ പോലും ഒരു നിസ്കാരം വൃത്തിക്ക് നിർവഹിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തിന്മ ചെയ്യാൻ പ്രയാസമായിരിക്കും. കാരണം അവൻ്റെ മനസ്സിൽ സ്വാഭാവികമായ ലജ്ജ ഉണ്ടാകും. നിസ്കാരം എത്ര വൃത്തിയാകുന്നോ അത്രയും അവൻ്റെ നിസ്കാരം തിന്മയിൽ തടുക്കും. നന്മയിലേക്ക് നയിക്കുക എന്നതോ തീർച്ചയായും നിസ്കാരം നന്മയിലേക്ക് നയിക്കുന്നത്. നിങ്ങൾ സുബ്ഹ് നിസ്കാരം നല്ലപോലെ നിർവഹിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അന്നത്തെ ദിവസം നന്മകൾ ചെയ്യാനുള്ള എളുപ്പം അല്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്, ഇപ്പോൾ ആരും ചോദിക്കേണ്ട കാര്യമില്ല. സുബ്ഹ് വൃത്തിയിൽ നിസ്കരിക്കാൻ പറ്റിയാൽ ആ ദിവസം ഹദീസ് വന്ന ഫഹുവ ഫീ ദിമ്മത്തില്ല, അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. നിസ്കാരം നന്മകൾ ചെയ്യാൻ സഹായിക്കും, തിന്മകളിൽ തടുത്തു നിർത്താൻ സഹായിക്കും. ഭൗതികമായ പ്രയാസങ്ങൾ അത് ലഘൂകരിക്കാനും നിസ്കാരം സഹായിക്കുന്നതാണ്. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ നിങ്ങൾക്ക് ധാരാളം കാണാം. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, വകാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇല സ്സലാ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും പ്രയാസകരമായ കാര്യം പൊടുന്നനെ ഉണ്ടായാൽ ഫസിഅ ഇല സ്സലാ, അവിടുന്ന് നിസ്കാരത്തിലേക്ക്. ഫസിഅ എന്ന് പറഞ്ഞാൽ ശരിക്ക് എന്താ പറയുക, പേടിച്ചോടുന്നതിനാണ് ഫസിഅ എന്ന് പറയുന്നത്. ഒരാൾ പേടിച്ചിട്ട് പെട്ടെന്ന് ഒരു അഭയസ്ഥാനത്തേക്ക് ഓടിപ്പോകില്ലേ, അതിന് ഫസിഅ എന്ന് പറയുന്നത്. അവിടുന്ന് നിസ്കാരത്തിലേക്ക് ഓടി അണയുമായിരുന്നു. പ്രയാസം സംഭവിച്ചോ വേഗം പോയി നിസ്കരിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്ക് പ്രയാസം, നിസ്കാരമാണ് പലർക്കും പ്രയാസമായി പോകുന്നത്. അവർക്ക് പ്രയാസം മാറ്റാനുള്ള വഴിയായിരുന്നു നിസ്കാരം എന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, ബിലാലിനോട് അദാൻ കൊടുക്കാൻ, ഇഖാമത്ത് കൊടുക്കാൻ പറയാറുണ്ടായിരുന്നത് ചിലപ്പോൾ എങ്ങനെയായിരുന്നു, യാ ബിലാൽ അരിഹ്ന ബിസ്സലാഹ്. ബിലാൽ ഇഖാമത്ത് കൊടുക്കുന്ന അവിടുന്ന് പറയുന്നത് എങ്ങനെ, അരിഹ്ന ബിസ്സലാഹ്, നിസ്കാരം കൊണ്ട് നമുക്ക് റാഹത്ത് പകരുക എന്നായിരുന്നു ബിലാലിനോട് നിസ്കരിക്കാൻ വേണ്ടി വിളിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പറയാറുണ്ടായിരുന്നു. അരിഹ്ന ബിസ്സലാഹ്. ഇബ്നുൽ ഖയ്യിം അത് വിശദീകരിക്കുമ്പോൾ ചിലർ പറഞ്ഞേക്കാണ്, ഇബ്നുൽ ഖയ്യിം ആണെന്ന് എനിക്ക് ഉറപ്പില്ല. പല ആളുകളുടെയും പ്രവർത്തനം അരിഹ്ന ബിസ്സല എന്നുള്ളതല്ല, അരിഹ്ന മിനസ്സല എന്നുള്ളതാണ്. ഇമാമ് നിസ്കാരം നീട്ടിയാൽ അവൻ്റെ മനസ്സിൽ അവൻ പറയുന്നത് അരിഹ്ന മിനസ്സല എന്നുള്ളത്. നിസ്കാരത്തിൽ നിന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് റാഹത്തിലാക്കുന്ന ആളുകൾ മനസ്സുകൊണ്ട് പറയുന്നത്. നിസ്കാരം നീണ്ടുപോയി കഴിഞ്ഞാൽ അവിടുന്ന് പറഞ്ഞിരുന്നത് അരിഹ്ന ബിസ്സല, നിസ്കാരം കൊണ്ട് നമുക്ക് റാഹത്ത് നൽകുന്നതാണ്. ദുനിയാവിൻ്റെ മശാഗിലുകൾ, ദുനിയാവിൻ്റെ പ്രയാസങ്ങൾ, അതിൽ നിന്നുള്ള മോചനമായിട്ടാണ് അവർ നിസ്കാരത്തെ കണ്ടിരുന്നത്. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ജുഇലത്തി സ്സലാ വജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാ, ജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാ, നിസ്കാരത്തിലാണ് എനിക്കുള്ള കൺകുളിർമ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. നിസ്കാരം അത്രയും അവർക്ക് ആസ്വാദ്യകരമായ കാര്യമായിരുന്നു. എന്തുകൊണ്ട്? കാരണം അവർ നിസ്കാരം അതിൻ്റെ വൃത്തിയിലാണ് നിർവഹിച്ചിരുന്നത്. അതുകൊണ്ട് അള്ളാഹുവോട് പറഞ്ഞു, ഇന്നഹ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, ഖാശിഈങ്ങൾക്കൊഴികെ ഇത് പ്രയാസകരമാണ്. ഖുശൂ ഉണ്ടെങ്കിലോ ഇത് പ്രയാസമല്ലെന്ന് മാത്രമല്ല ആസ്വാദികരമായ കാര്യവുമായിരിക്കും നിസ്കാരം. സാന്ദർഭികമായി ഞാൻ പറയട്ടെ, ഇന്ന് നിസ്കാരത്തിൽ അതിൻ്റെ ഭംഗിക്ക് വേണ്ടി അത് ആസ്വദിക്കുക എന്ന അർത്ഥത്തിൽ ആളുകളിൽ ചിലരുണ്ടാക്കിയെടുത്തിട്ടുള്ള പുതിയ കാര്യങ്ങൾ പലതുമുണ്ട്. പലയിടത്തും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വ്യാപകമായി പലയിടത്തും ആൾക്കാരുടെ പ്രചരിക്കുന്നുണ്ട്. തൗഹീദുള്ളവർ വരെ അതിൽ പോയിട്ട് അകപ്പെടുകയും ചെയ്യുന്നുണ്ട്. മെഴുകുതിരി വട്ടത്തിൽ പോയിട്ട് പിന്നെ കുറേ നേരം ആടുക, അതുപോലെ തന്നെ സുജൂദിൽ ശരീരം മുഴുവൻ ലൂസാക്കിയിട്ട് കിടക്കുക,
കയ്യും കാലൊക്കെ തളർത്തിയിട്ടിട്ട്, എന്നിട്ട് ഒരു ബിന്ദുവിലോ പല രൂപത്തിൽ ആളുകൾ ഇന്ന് പറഞ്ഞ് NLP കൊണ്ട് നിസ്കാരം നിങ്ങൾക്ക് ആസ്വാദ്യകരമാക്കാം. ഇങ്ങനെ പല രൂപത്തിൽ നിസ്കാരം ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ തനിച്ച ബിദ്അത്തിൻ്റെ, ചിലത് തനിച്ച ശിർക്കിൻ്റെ, കുഫറിൻ്റെ വഴികളാണ്. ഇതിലൊന്നും ഒരു മുസ്ലിം ഒരാൾ അകപ്പെടുക എന്നത് അവന് യോജിച്ചതേ അല്ല. നിസ്കാരം ഭംഗിയാക്കാനുള്ള വഴി അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഖുശൂഅൻ. എന്താ ഖുശൂ എന്ന് പറഞ്ഞാൽ? എന്താ ഖുശൂ എന്ന് പറഞ്ഞാൽ ഇബ്നു തൈമിയ്യ അദ്ദേഹം പറഞ്ഞു, ഖുശൂ രണ്ട് കാര്യം. ഒന്ന് ഖുശൂഉൽ ഖൽബ്, രണ്ട് ഖുശൂഉൽ ജവാരിഹ്. ഒന്ന് ഖുശൂഉൽ ഖൽബ്, രണ്ട് ഖുശൂഉൽ ജവാരിഹ്. ഒന്ന് ഹൃദയത്തിൻ്റെ ഖുശൂആണ്. ഹൃദയത്തിൻ്റെ ഖുശൂ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നീ അള്ളാഹുവിൻ്റെ മുൻപിൽ വിനയത്തോടെയും താഴ്മയോടും കൂടി നിൽക്കുക. എൻ്റെ ഹൃദയത്തിൽ താഴ്മ ഉണ്ടാവുക നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ. ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് കുറച്ചുകൂടി വിശദീകരിക്കുന്നതാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം നിസ്കാരത്തെ ഖുശൂ എന്ന് പറഞ്ഞാൽ ഹൃദയം വിനയമുള്ള അവസ്ഥയിലാവുക, താഴ്മയുള്ള, ദുല്ലുള്ള, അങ്ങേയറ്റത്തെ വിനയത്തിൻ്റെ അവസ്ഥയിൽ ഹൃദയമാവുക. ഹൃദയം അലസമാകാതിരിക്കുക, ഹൃദയത്തിൽ വേറെ ചിന്തകളില്ലാതിരിക്കുക, ഹൃദയത്തിൽ ദുനിയാവിൻ്റെ ആലോചനകൾ ഒഴിവാക്കുക, ഹൃദയം അള്ളാഹുവിൻ്റെ മുൻപിൽ നിൽക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഖുശൂഉൽ ജവാരിഹ്. ഖുശൂഉൽ ജവാരിഹ് എന്ന് പറഞ്ഞാൽ നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പ്രകാരം തുമഅനീനത്തോടുകൂടി, അടക്കത്തോടുകൂടി, ഒതുക്കത്തോടുകൂടി നിർവഹിക്കുക. ഇങ്ങനെ നിസ്കരിക്കാതിരിക്കുക. കോഴി കൊത്തുന്നത് പോലെ എന്ന ഹദീസിൽ പറഞ്ഞതുപോലെ നിസ്കരിക്കാതിരിക്കുക. മറിച്ച് അടക്കത്തോട് ഓരോ റുക്നുകളും ഓരോ വാജിബുകളും അതിൻ്റെ സമയമെടുക്കുന്ന വിധത്തിൽ നിർവഹിക്കുക. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഹൃദയത്തിൽ ഖുശൂ വളർത്തണോ, നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പോലെ ആയിരിക്കണം. നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നതുപോലെ ആക്കിയാൽ ഹൃദയത്തിൽ ഖുശൂ ഉണ്ടാവും. ഹൃദയത്തിലെ ഖുശൂ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രൂപത്തിലാക്കാൻ സഹായിക്കുന്നതുമാണ്. ഇല്ലെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് തുടങ്ങി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നത് വരെയുള്ള കാര്യം ഒരൊറ്റ ദിക്ർ പോലെ ആയിരിക്കും ആൾക്കാർക്ക്, ചിലർക്ക്. അതിൻ്റെ ഇടയിൽ തലയോ കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അളക്കുന്നത് മാത്രം. അള്ളാഹു അക്ബർ അല്ലെങ്കിൽ അല്ലാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫാത്തിഹ, ഖുൽ അല്ലാഹു, അല്ലാഹു അക്ബർ, ദിക്ർ മനപ്പാടമാണ് അസ്സലാമു അലൈക്കും വരെയുള്ളത്. അതിൻ്റെ ഇടയിൽ തലയും കാലും ഇളക്കുന്നത് മാത്രം. ഇങ്ങനെ ചില ആൾക്കാരുടെ നിസ്കാരമാവും. ഖുശൂ എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ടുള്ള താഴ്മയും ശരീരാവയവങ്ങൾ തുമഅനീനത്തിലാവുകയും ചെയ്യാന്നുള്ളതാണ്. മാത്രമല്ല നിസ്കാരത്തിൻ്റെ വാജിബുകളിൽപ്പെട്ടതാണ് ഖുശൂ എന്നത്. അതിന് ഈ ആയത്ത് തെളിവുമാണ്. അല്ല, നിസ്കാരത്തിൻ്റെ ചില ഫിഖ്ഹിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. നിസ്കാരത്തിൻ്റെ വാജിബാത്തുകളിൽ തുമഅനീനത്ത് എന്നത് നിസ്കാരത്തിൽ അടക്കവും ദുഃഖം ഉണ്ടാവുക എന്നുള്ളത്, അല്ലെങ്കിൽ റുക്നുകളിൽ തുമഅനീനത്ത് എണ്ണുക എന്നുള്ളത് ചില മദ്ഹബുകളിലില്ല. പക്ഷേ ഈ ആയത്ത് പണ്ഡിതന്മാർ ചില തെളിവാക്കിയിട്ടുണ്ട്. തൈമിയ്യ അദ്ദേഹം പറഞ്ഞ ഈ ആയത്ത് തെളിവാണ്. എന്തിന്? ഖുശൂ വാജിബാണ് എന്നതിന് തെളിവാണ്. എങ്ങനെ തെളിവാവുക? എങ്ങനെ ഈ ആയത്ത് അതിന് തെളിവാവുക? ഖുശൂ വാജിബാണ് എന്നതിന് ഈ ആയത്ത് എങ്ങനെ തെളിവാവുക? ഖാശിയൻ. അപ്പോൾ എങ്ങനെ തെളിവാകും? എങ്ങനെ തെളിവാകും? അദ്ദേഹം പറഞ്ഞു നിസ്കാരം തുറക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം പറഞ്ഞു അള്ളാഹു ദീനിലെ അടിസ്ഥാനമാണ് ഇനി പറയുന്നത്. ശരീഅത്തിൽ ഒരു വാജിബ് ഉപേക്ഷിക്കുന്നതിനോ ഹറാമ് ചെയ്യുന്നതിനോ അല്ലാതെ ആക്ഷേപമുണ്ടാവുകയില്ല. അള്ളാഹു ഒരു കാര്യം ആക്ഷേപിക്കണമെങ്കിൽ അത് വാജിബ് ഉപേക്ഷിക്കുന്നതിനോ ഹറാമ് ചെയ്യുന്നതിനോ മാത്രമേ ആക്ഷേപിക്കുള്ളൂ. ആക്ഷേപമുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഒന്നല്ലേ വാജിബ് ഉപേക്ഷിക്കലോ ഹറാമ് ചെയ്യലോ ആയിരിക്കും. എല്ലാത്തിനും ആക്ഷേപം ഉണ്ടാവില്ല. മക്രൂഹ് ഉപേക്ഷിക്കുന്നതിന് ഒരിക്കലും എന്ത് ചെയ്യില്ല, ആക്ഷേപിക്കില്ല. അതിന് ശിക്ഷ ഉണ്ടെന്നോ അതൊരു വളരെ മോശമായ കാര്യമാണെന്നോ ഒന്നും പറയില്ല. വാജിബ് ഉപേക്ഷിച്ചാലോ ഹറാം ചെയ്താലോ മാത്രമേ ആക്ഷേപം ഉണ്ടാവുള്ളൂ. ദമ്മുണ്ടാവണമെങ്കിൽ അതിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അദ്ദേഹം പറഞ്ഞു ഇല്ല അലൽ ഖാശിഈൻ, ഖാശിഈങ്ങൾക്കല്ലാതെ നിസ്കാരം പ്രയാസകരമാവുകയില്ല. നിസ്കാരം പ്രയാസകരമാവുക എന്നുള്ളത് ആരുടെ അടയാളമാണ്? മുനാഫിഖിൻ്റെ അടയാളമാണ്. മാ യഅ്തൂന സ്വലാത്ത ഇല്ലാ വഹും കുസാല.
നിസ്കാരം പ്രയാസകരമാവുക എന്നുള്ളത് മുനാഫിഖിൻ്റെ അടയാളം. അത് ആക്ഷേപിച്ചു പറഞ്ഞ കാര്യം. ആക്ഷേപമുണ്ട് എന്നത് അത് ഖുശൂ വാജിബാണ് എന്നതിന് തെളിവാണ് എന്നതേ പറഞ്ഞിട്ടുള്ളൂ. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ഒരാൾക്ക് നിസ്കാരം പ്രയാസമാകുന്നു എങ്കിൽ അവൻ്റെ ഈമാൻ കുറവുണ്ട് എന്നതിന് വ്യക്തമായ തെളിവാണത്. നിസ്കരിക്കുക എന്നുള്ളതൊരു പ്രയാസമായി തോന്നുന്നുണ്ടോ, ഈമാൻ കുറവാണെന്നുള്ളൊരു തെളിവാണത്. നിസ്കാരത്തോട് ഇഷ്ടമുണ്ടാവുക എന്നത് ഈമാൻ ഉണ്ട് എന്നതിൻ്റെ അടയാളവുമാണ്. ഒരാളുടെ ഈമാൻ കുറയുന്നതിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അതിൽ തന്നെയും ഫജ്റും അസ്റും ഫജ്റും ഇശാഉം കൂടുതൽ പ്രയാസമാവുക എന്നുള്ളത് നിഫാഖിൻ്റെ അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അസ്ഖല സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാഇ വ സ്വലാത്തുൽ ഫജ്ർ. മുനാഫിഖിന് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരം ഇശാ നിസ്കാരവും ഫജ്ർ നിസ്കാരവുമായിരിക്കും. വലൗ യഅലമൂന മാ ഫീഹിമ ലഅതൗഹുമ വലൗ ഹബ്വൻ. അതിലുള്ള പ്രതിഫലം എന്താണെന്ന് അവർക്ക് അറിയുമായിരുന്നെങ്കിൽ മുട്ടിലെഴിഞ്ഞുകൊണ്ടെങ്കിലും അവർ ആ നിസ്കാരത്തിൽ വന്നെത്തുമായിരുന്നു. ശരി, ഒരു മനുഷ്യൻ്റെ നിസ്കാരം അവന് കൺകുളിർമ നൽകുന്ന വിധത്തിലുള്ള നിസ്കാരമാകണമെങ്കിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അതിൽ 6 കാര്യമുണ്ടായിരിക്കണം. ഒരു തന്നെ നിസ്കാരം അവൻ്റെ കൺകുളിർമ നൽകണമെങ്കിൽ 6 കാര്യം വേണം. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, അൽ ഇഖ്ലാസ്. നിസ്കരിക്കാൻ അവൻ വരുന്നത് അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. അള്ളാഹു അവനെ ഇഷ്ടപ്പെടണം, റബ്ബിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കണം, അള്ളാഹുവിനോട് സാമീപ്യം ലഭിക്കണം, അള്ളാഹു എന്നെ ഇഷ്ടപ്പെടണം, അവൻ എന്നെ തൃപ്തിപ്പെടണം എന്ന ഉദ്ദേശത്തിലായിരിക്കണം നിസ്കാരത്തിന് വരുന്നത്. അപ്പോൾ ഇഷ്ടം ലഭിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടമല്ലാതെ മറ്റൊരു ലക്ഷ്യം നിസ്കാരത്തിനുണ്ടാകാൻ പാടില്ല. ഇഖ്ലാസ് ഒന്നാമത്തെ ഉദ്ദേശമാണ്. മുനാഫിഖീങ്ങളുടെ കാലത്ത് നിസ്കാരത്തിന് വന്നിരുന്നത് എന്തിനാണ്? നിസ്കാരത്തിന് വന്നിട്ടില്ലെങ്കിൽ ആൾക്കാർ ആക്ഷേപം കേൾക്കേണ്ടി വരും. അതിന്ന് രക്ഷപ്പെടാനാണ് വന്നിരുന്നത്. ആൾക്കാർ ചോദിക്കും. അതിനു വേണ്ടിയിട്ടാകരുത് നിസ്കരിക്കാൻ വരുന്നത്. അള്ളാഹുവിൻ്റെ പ്രതിഫലമായിരിക്കണം ഉദ്ദേശം. ഒന്നാമത്തെ കാര്യം നിസ്കാരത്തിന് ഇറങ്ങുന്നതിന് മുൻപ് ചിന്തിക്കുക, എന്തിനാണ് നിസ്കരിക്കുന്നത്, എന്താണ് നിൻ്റെ നിസ്കാരത്തിൻ്റെ ലക്ഷ്യം? അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുക എന്നതായിരിക്കണം. ഈ പറഞ്ഞത് സഹോദരങ്ങളെ മാത്രമല്ല, അതിൽ വലിയൊരു പാഠമുണ്ട്. ചില സമയത്ത് മനുഷ്യന് നിസ്കാരത്തിൽ പരിപൂർണമായ ഖുശൂ ഉണ്ടാവില്ല, എങ്കിൽ പോലും അവന് ഇഖ്ലാസ് ഉണ്ടായിരിക്കും. പരിപൂർണമായ ശ്രദ്ധയും. മനുഷ്യർ ഈമാൻ കുറയുന്ന സമയങ്ങളുണ്ടാവും, കൂടുന്ന സമയങ്ങളുണ്ടാവും. പക്ഷേ ഇഖ്ലാസ് അവന് അപ്പോഴും ഉണ്ടാകേണ്ട കാര്യമാണ്. മാത്രമല്ല അതിലാണ് ആ പ്രതിഫലമുള്ളത്. ചില സമയത്ത് മനുഷ്യൻ നിസ്കരിക്കും. നമ്മൾ നിസ്കാരത്തിൽ പലപ്പോഴും എന്തുണ്ടായിക്കൊള്ളുന്നില്ല, എല്ലാ സമയത്തും നമ്മൾ ദിക്ർ ഓർത്തിട്ടല്ല ചൊല്ലുന്നത്. പക്ഷേ എങ്കിലും നീ ഒരു സമയം മാറ്റിവെച്ച് വുളൂ ചെയ്ത് അവിടെ നിസ്കരിക്കാൻ വന്നെത്തിയത് എന്തുകൊണ്ടാണ്? അള്ളാഹു നീ എന്നോട് പറഞ്ഞതാണിത്, ഇത് അനുസരിക്കുക എന്നത് എൻ്റെ ബാധ്യതയാണ്, നിന്നെ ധിക്കരിക്കാൻ പാടില്ല എന്നുകൊണ്ടാണ് അവിടെ വന്നിക്കുന്നത്. അങ്ങനെ വന്നു നിൽക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്, അങ്ങനെ വരാൻ ഉള്ള കാരണം എന്താണ്? അത് ഒന്നാമത്തെ കാര്യമാണ്. നിസ്കാരം അവന് നന്നാകാനുള്ള ഒന്നാമത്തെ കാരണം ഇഖ്ലാസാണ്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, മഷ്ഹദു സിദ്ഖി വന്നുസ്ഹ്. നിസ്കാരത്തിൽ അവന് സിദ്ഖുള്ളവനാവുക, സത്യസന്ധമായ നിസ്കാരം നിർവഹിക്കുക. അദ്ദേഹം പറഞ്ഞു, അതായത് അവൻ നിസ്കാരത്തിന് വന്നെത്തിയത് എന്തിനാണ്? നിസ്കാരത്തിനാണ്. പിന്നെ അതല്ലാത്ത മറ്റു കാര്യങ്ങളിലേക്ക് അവൻ്റെ ഹൃദയം പോകരുത്. എത്ര മിനിറ്റ് നിസ്കാരം ഉണ്ടാവുക? 10 മിനിറ്റ് ഉണ്ടാവും അല്ലേ? പക്ഷേ നിസ്കാരമാണെങ്കിൽ ചിലപ്പോൾ 10 മിനിറ്റ് ഉണ്ടാവും. ആ 10 മിനിറ്റ് നിൻ്റെ ഹൃദയം മറ്റു കാര്യങ്ങൾ നീ മാറ്റിവെക്കുക. നിസ്കാരത്തിന് മാത്രമായി നീ അത് ഹൃദയത്തെ മാറ്റിവെക്കുക. സത്യസന്ധമായ നിസ്കാരമായിരിക്കുക എന്ന് പറഞ്ഞാൽ വന്നത് നിസ്കാരത്തിനാണ്. അപ്പോൾ നിൻ്റെ ഖൽബ് നിസ്കാരത്തിനായി നീ ഒഴിച്ചിടുക, വേറെ കാര്യത്തിൽ മാറ്റിവെക്കരുത്. നിസ്കാരത്തിൽ എന്താണോ നിസ്കരിക്കുന്ന സമയത്ത് നീ ചിന്തിക്കുന്ന നിസ്കാരത്തിനായിട്ട് ബന്ധപ്പെട്ട് അതുമലായിരിക്കുക. ആ സമയത്ത് ഖൽബ് വേറെ കാര്യങ്ങളിലേക്ക് കൊടുക്കരുത്. എവിടെയാണ് ശൈത്താൻ മനുഷ്യരെ ഏറ്റവും വലിയ അപകടത്തിലാക്കുന്നത് അല്ലേ? തക്ബീർ ചൊല്ലി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരുടെ ചിന്ത ഇതുവരെ ഓർമ്മയില്ലാത്തൊക്കെ നിസ്കാരത്തിലാണ് ഓർമ്മ വരിക. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ചിന്ത മാറാതിരിക്കുക, സത്യസന്ധമായ നിസ്കാരമായിരിക്കുക.
വന്നത് നിസ്കരിക്കാനാണ് എങ്കിൽ പിന്നെ എൻ്റെ കൽബ് വേറെ സ്ഥലത്തേക്ക് മാറ്റരുത്. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു അൽ മുതാബഅതു വൽ ഇഖ്തിദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തോട് എത്ര നിനക്ക് യോജിക്കാൻ പറ്റുമോ അത്രയും യോജിക്കുക. എല്ലാ ഹറക്കത്തുകളിലും തക്ബീർ കെട്ടുമ്പോൾ എത്ര നിനക്ക് യോജിക്കാൻ പറ്റും അത്രയും യോജിക്കുക. സുബ്ഹാനല്ലാഹ്, ഇതിൽ സഹാബികൾ പുലർത്തിയിരുന്ന ശ്രദ്ധ അത്ര വലുതായിരുന്നതാണ്. നമ്മൾ അന്നത്തെ നിസ്കാരങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എത്ര പ്രയാസകരമായ അവസ്ഥയിലാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം നിസ്കാരത്തിൽ തൻ്റെ കാൽവിരലുകൾ മുഴുവൻ ഖിബ്ലക്ക് നേരെയാകാൻ ശ്രദ്ധിക്കുമായിരുന്നു. നമ്മൾ കാലിങ്ങനെ വെച്ചാൽ നമുക്കറിയാം, നേരെ പിടിച്ചു കഴിഞ്ഞാൽ ചില വിരൽ എത്രയാണെങ്കിലും ഇങ്ങോട്ട് കയറിക്കൊണ്ടാവും. പക്ഷെ അതുവരെ അദ്ദേഹം കൂട്ടിപ്പിടിച്ച് ഖിബ്ലക്ക് നേരെ നിർത്താൻ ശ്രമിക്കുമായിരുന്നു. ഞാൻ അപ്പോൾ സുജൂദിൽ പോയാൽ ഈ തള്ളവിരൽ പൊതുവെ എങ്ങനെ നിൽക്കുക, ഇങ്ങോട്ട് കയറിക്കും, ഇങ്ങനെ പിടിക്കുക, നേരെ പിടിക്കുക, ഖിബ്ലയിലേക്ക് നേരെയാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചാൽ അവിടുത്തെ മുഴുവനും ഖിബ്ലയിലേക്കാകുമായിരുന്നു. കുറച്ച് ഭാഗം കൊണ്ട് അതിൽ ഏറ്റവും മോശമായ കാര്യം കണ്ണ് അങ്ങോട്ടോട്ട് പോകാന്നുള്ളത്, ഖിബ്ലയിൽ നിന്ന് മാറാന്നുള്ളത്. അങ്ങോട്ടോട്ട് നോക്കിക്കൊണ്ടിരിക്കുക നിസ്കാരത്തെ, ആവശ്യത്തിനല്ലാതെ. ആവശ്യം വന്നാൽ നോക്കാം. അതുപോലെ തക്ബീർ കെട്ടുന്നതിൽ, റുക്കൂഇലേക്ക് പോകുന്നതിൽ, സുജൂദിലേക്ക് പോകുന്നതിൽ, നിസ്കാരത്തിലെ ചലനങ്ങൾ കുറക്കുന്നതിൽ, വേണ്ടാത്ത ആവശ്യമില്ലാത്ത ചലനങ്ങൾ അല്ലേ. മുൻഗാമി അബു ഹനീഫയെ കുറിച്ചാണ് പറഞ്ഞത് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തെ പറ്റി ചിലർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിസ്കാരം കാരണം ചിലർ അദ്ദേഹത്തെ പറ്റി പറയാൻ വത്തദാണ്. വത്തദാണ് ഈ നമ്മൾ ഈ മരുഭൂമിയിൽ കൂടാരത്തിന് പാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറ്റിയടിക്കില്ലേ, ആ കുറ്റി പോലെ ആയിരിക്കും അദ്ദേഹം നിൽക്കുക. കാരണം ആ നൃത്തം നിന്നാൽ അങ്ങനെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ കുറേ തല ചൊറിഞ്ഞ് കുറേ ഇവിടെ ചൊറിഞ്ഞ് അങ്ങനെയല്ല, നിന്നാൽ ആ നൃത്തം നിൽക്കുക അനങ്ങാതെ. ധാരാളം സലഫുകളുടെ ചരിത്രങ്ങൾ വായിച്ചാൽ നമ്മൾ അവരുടെ നിസ്കാരത്തിൻ്റെ കാര്യം അജബായിരുന്നു. അതുകൊണ്ട് ചില ആളുകൾ പറഞ്ഞു, പിന്നെ നിങ്ങളെങ്ങാനും മുൻപുള്ളവരുടെ നിസ്കാരം കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ പറയുമായിരുന്നു അവർക്ക് ഭ്രാന്താണ് എന്ന്. അവരെങ്ങാനും നിങ്ങളുടെ നിസ്കാരം കണ്ടിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു നിങ്ങൾ മുസ്ലിങ്ങളല്ല എന്ന്. അതായത് ഔസായിയാണോ എൻ്റെ ആ കാലത്തിലുള്ള ആരോ പറഞ്ഞത് എൻ്റെ ഓർമ്മ. അതായത് മുൻഗാമികളുടെ നിസ്കാരം നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ പറയുമായിരുന്നു ഇവർക്ക് ഭ്രാന്താണെന്ന് പറയുമായിരുന്നു. അവർ നിങ്ങളുടെ നിസ്കാരം കണ്ടിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു നിങ്ങൾ മുസ്ലിങ്ങളല്ല എന്ന് പറയുമായിരുന്നു. അങ്ങനെ ആൾക്കാർ നിസ്കാരം അത്രയും അതിൻ്റെ അവസ്ഥ മാറിയിട്ടുണ്ട് കോലത്തിൽ. ഈ പറഞ്ഞതൊന്നും നിസ്കാരം ഒരു നിലക്കും സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയിലാണ്. ആ അർത്ഥത്തിൽ പറയാനല്ല, കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ്. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിൻ്റെ രൂപത്തോട് അങ്ങേയറ്റം യോജിക്കുക. ഇമാം ബുഖാരിയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെട്ടേക്കുന്നത്. പിന്നെ നമ്മളെ നാട്ടിലുള്ള തേനീച്ചയൊക്കെ കുറച്ചുകൂടി വലുപ്പമുള്ള സാധനം, കുത്തിക്കഴിഞ്ഞാൽ എന്താ കടന്നല്ല കുറച്ചുകൂടി വലുത്, അങ്ങനെ ഒരിക്കൽ കടന്നല്ലോ എന്തായാലും കുത്തിയാൽ നല്ല വേദന ഉള്ളത്. അങ്ങനെ ഒരിക്കൽ ബുഖാരി അദ്ദേഹം നിസ്കാരത്തിൽ നിന്നു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അടുത്തുള്ള ആൾക്കാരോട് പറഞ്ഞു, എൻ്റെ വസ്ത്രത്തിനുള്ളിൽ ഒരു കടന്നൽ കയറിയിട്ടുണ്ട് തോന്നുന്നു, പുറത്തേക്ക് എടുക്കാൻ പറഞ്ഞു. അവർ അദ്ദേഹത്തിൻ്റെ വസ്ത്രം നീക്കി അത് പുറത്തേക്ക് ഇടുമ്പോൾ 17 സ്ഥലത്തെങ്ങാനും അദ്ദേഹത്തെ ഇത് കുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹം നിസ്കാരമായിട്ട് നിർത്തിയിട്ടില്ല, നിസ്കാരം പൂർത്തീകരിക്കുകയായിരുന്നു. ചില ആൾക്കാർ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ നിസ്കാരം നിർത്താതിരുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ വളരെ ഇഷ്ടമുള്ള ഒരായത്ത് ഞാൻ ഓതി തുടങ്ങി. അപ്പോൾ അത് ഇടയിൽ വെച്ച് നിർത്തുക എന്നത് എനിക്ക് പ്രയാസമാണ്. അതാണ് നിസ്കാരം അവർക്ക് ആസ്വാദ്യകരമായി എന്നതിൻ്റെ അടയാളമാണത്. എന്നാൽ അവർക്ക് ആ ആയത്തെ ഇടയ്ക്ക് വെച്ച് നിർത്തുക എന്നുള്ളത് അവർക്ക് ഈ കടന്നലിൽ കുത്തുന്നത് ഒരു പ്രശ്നമല്ലാതെ ആക്കാൻ മതിയായ കാരണമായി. ഞാനത് പറഞ്ഞത് സലഫുകളുടെ നിസ്കാരത്തിൻ്റെ ചരിത്രം വായിച്ചാൽ നമ്മളും നിസ്കാരവുമായി ഉള്ള ബന്ധം വളരെ പ്രശ്നത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ 3 അതാണ്. 4ാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു അൽ മഷ്ഹദു റാബിഅ മഷ്ഹദുൽ ഇഹ്സാൻ. ഇഹ്സാൻ നിങ്ങൾക്കറിയാം,
അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അള്ളാഹുവിനെ നീ കാണുന്നുണ്ട് എന്നതുപോലെ നിസ്കരിക്കുക. സഹോദരങ്ങളെ, ചിലപ്പോഴെങ്കിലും 2 റക്അത്തെങ്കിലും നിസ്കാരം എന്ത് ചെയ്യുക, ഒരു ചുരുങ്ങിയ 2 റക്അത്ത് നിസ്കരിക്കുക. ഇങ്ങനെയുള്ള നിസ്കാരങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ചുരുങ്ങിയത്. കാരണം നമുക്ക് ശീലമില്ലാത്ത കാര്യം നമ്മൾ സുദീർഘമായി ചെയ്യാൻ ശ്രമിച്ചാൽ തുടക്കത്തിൽ നടക്കില്ല. അപ്പോൾ ഹദീസുകൾ വന്നതുപോലെ വുളു എടുക്കുക, 2 റക്അത്ത് ചുരുങ്ങിയ നിസ്കരിക്കുക, ഇങ്ങനെ ആവുക, വേറൊരു ചിന്തയില്ലാതെ 2 റക്അത്ത്. പിന്നെ ഇത് ശീലമായി തുടങ്ങിയാൽ ഇത് ദീർഘമാക്കാൻ പറ്റും. തുടക്കത്തിൽ തന്നെ ഇത് നേടി പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് മുതൽ 2 മണിക്കൂർ നിസ്കരിക്കുമെന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല, വിജയിച്ചെടുക്കാൻ പറ്റില്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് വലിയ കാര്യത്തിലേക്ക് എത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ. നിസ്കാരത്തിൽ പ്രവേശിച്ച് വുളു എടുക്കുക, നല്ല വൃത്തിയിൽ വുളു എടുക്കുക, 2 റക്അത്ത് ചുരുങ്ങി നിസ്കരിക്കുക. ആ നിസ്കാരത്തിൽ വേറെ ചിന്തയില്ലാതിരിക്കുക. പിന്നെ അത് പതുക്കെ പതുക്കെ വർദ്ധിപ്പിക്കുക. അങ്ങനെ നിസ്കാരം നന്നാക്കുക എന്നത് സാധിക്കുന്നതാണ്. അതുകൊണ്ട് ചില ആളുകൾ മരിച്ചപ്പോൾ മരിച്ചതിന് ശേഷം അവരുടെ കൂട്ടുകാരിൽപ്പെട്ട ചിലർ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്, മരിച്ചതിന് ശേഷം എന്താ നിങ്ങളുടെ അവസ്ഥ? ഇത് വഹി പോലുള്ള കാര്യമല്ല, കേവലം വിഷയത്തിൻ്റെ ഗൗരവം മറ്റും പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു, പരലോകത്തെത്തിയപ്പോൾ എല്ലാം ഇവിടെ ഒന്നും ഉപകരിച്ചില്ല. വിജ്ഞാനങ്ങളും എഴുതിയ ഏടുകളും പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുമൊക്കെ പാറിപ്പറന്നു പോയിരിക്കുന്നു. ആകെ ഉപകരിച്ചത് സുബ്ഹിന് മുൻപ് നിസ്കരിച്ച, എന്നാൽ തഹജ്ജുദിൽ നിസ്കരിച്ച ദൈർഘ്യമില്ലാത്ത 1-2 റക്അത്തുകളാണ്. അങ്ങനെ എപ്പോഴോ എണീച്ച് അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചു, അതുകൊണ്ടാണ് ഞാൻ കഴിച്ചിലായി പോയത് എന്ന് ചിലർ പറഞ്ഞതായി കിതാബുകൾ കാണാം. പലർക്കും പല നന്മകളായിരിക്കും ചിലപ്പോൾ വിജയിക്കാൻ കാരണം. അപ്പോൾ നിങ്ങൾക്കറിയാം, പൂച്ചനെ രക്ഷിച്ച ആൾ സ്വർഗത്തിൽ പോയ സംഭവം. നിസ്കാരം ഈ രൂപത്തിൽ ശ്രദ്ധിക്കുക എന്നത് ആവശ്യമാണ്. 5-മത്തെ അദ്ദേഹം പറഞ്ഞു മഷ്ഹദുൽ മിന്ന. സുബ്ഹാനല്ലാഹ്, മഷ്ഹദുൽ മിന്ന എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ചെയ്തുകൊണ്ട് നീ നിസ്കരിക്കാൻ വന്നു നിന്നാൽ നിൻ്റെ മനസ്സിൽ നിനക്ക് തിരിച്ചറിവുണ്ടാകുക, ബോധ്യമുണ്ടാകുക, ഈ പറഞ്ഞതിലേക്കെല്ലാം എന്നെ ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്, എനിക്കിത് ചെയ്യാൻ തൗഫീഖ് നൽകിയിരിക്കുന്നത്, അതിൻ്റെ മുഴുവൻ കാരണവും അതിൻ്റെ പിറകിലുള്ള മുഴുവൻ ഔദാര്യവും ആർക്കുള്ളതാണ്? അള്ളാഹുവിനുള്ളതാണ്. ഇത് എൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേകതയല്ല, അള്ളാഹുവാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത് എന്ന തിരിച്ചറിവാണ്. അതാണ് മഷ്ഹദുൽ മിന്ന. അള്ളാഹുവാണ് ഇതിലേക്ക് എന്നെ നയിച്ചത് എന്ന തിരിച്ചറിവാണ്. ഇത് റബ്ബിനല്ലാതെ മറ്റൊരാളും എൻ്റെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടല്ല, അള്ളാഹു എന്നെ ഇതിലേക്ക് നയിച്ചത് കൊണ്ടാണ്, അള്ളാഹു എനിക്കിത് എളുപ്പമാക്കി തന്നതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കലാണ്. ആറാമത്തെ കാര്യം, അവസാനത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം ചെയ്താലും അവൻ തിരിച്ചറിയണം മഷ്ഹദു തഖ്സീർ. ഈ പറഞ്ഞതൊക്കെ ചെയ്താലും, എങ്ങനെയൊക്കെ അവൻ നന്നാക്കിയാലും, എത്രയെല്ലാം കൃത്യത വരുത്താൻ അവൻ ശ്രമിച്ചാലും, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് മുൻപിൽ ഇതൊന്നും ഒന്നുമല്ല. അവൻ്റെ ഇബാദത്ത് എത്രയെല്ലാം മഹത്തരമാക്കി എന്ന് അവൻ ചിന്തിച്ചാലും, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് മുൻപിൽ അവൻ്റെ ഇബാദത്തുകൾക്ക് ഇതിന് മുൻപിൽ നിൽക്കാനുള്ള യാതൊരു അവകാശമോ അർഹതയോ ഇല്ല എന്ന് അവൻ തിരിച്ചറിയണം. ഇതാണ് 6 കാര്യങ്ങൾ. അത് ഇദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്, ഞാനതിൻ്റെ ഓരോ വാക്കുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് ഈ ആയത്തിൽ പറയുന്നത്, വസ്തഈനു ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. സബ്റിനെ കുറിച്ച് ഈ ആയത്ത് പറയുന്നു, നിസ്കാരത്തെക്കുറിച്ച് പറയുന്നു, ഖുശൂഇനെ കുറിച്ചും ഈ ആയത്ത് പറയുന്നു. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.